വയനാട് ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവർ നവാസിന്റേത് ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. കേസിൽ സഹോദരങ്ങളായ പ്രതികൾ കുറ്റം സമ്മതിച്ചു. വാഹനം ഓടിച്ച സുമിൽ ഷാദ്, സഹോദരൻ അജിൻ ഷാദ് എന്നിവർ വൈത്തിരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവ ദിവസം നവാസ് വരാൻ ഏറെ നേരം കാത്തിരുന്ന് വാഹനവുമായി വേഗത്തിൽ പോകുന്ന സുമിൽ ഷാദിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി വയനാട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വാഹനാപകടം എന്ന് കരുതിയിരുന്നത് അങ്ങനെയല്ല, കൊലപാതകം എന്ന കാര്യമാണിപ്പോൾ തെളിയുന്നത്. ഈ സഹോദരന്മാർ എന്ത് കാര്യത്തിനാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയത്? ലക്ഷ്മി, തീർച്ചയായും അപകടം എന്ന നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസും നാട്ടുകാരും ഒക്കെ കരുതിയിരുന്നത്. പിന്നീടാണ് ചില സംശയങ്ങൾ തോന്നിയത്. ഇദ്ദേഹം ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് ഈ പ്രതിയെന്ന് ആരോപണമുള്ള ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള സുനിൽ ഷാദ് വളരെ നേരം ഇന്നലെ രാവിലെ 7 മണിയോടെ വളരെ നേരം മണിക്കൂറുകൾ അവിടെ അവിടെ ഒരു പ്രദേശത്ത് നിൽക്കുന്നതായും ഒരു ഫോൺ ലഭിച്ചതുപോലെ വളരെ പൊടുന്നനെ ചുണ്ട ഭാഗത്തേക്ക് വാഹനമെടുത്ത് പോകുന്നതായും ദൃശ്യങ്ങളിൽ കണ്ടതിനെ തുടർന്നാണ് ഈ സംശയം ഇരട്ടിച്ചത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ സമയത്ത് അസ്വാഭാവികമായി എന്തിനാണ് ഈ സ്ഥലത്ത് ഈ ചുണ്ട അമ്മാറ ഭാഗത്ത് ഇദ്ദേഹം നവാസ് വരുന്ന ആ പ്രദേശത്ത് എന്തിനാണ് ഇദ്ദേഹം നിന്നതെന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ ആണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് ആണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായത്. വ്യക്തിപരമായി ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ പറയുന്നത്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഇരുവർക്കുമിടയിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രകോപനമായിരിക്കാം ഒരുപക്ഷെ ഈ കൊലപാതകത്തിലേക്ക് എത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. കൂടുതൽ ഇത് സംബന്ധിച്ച് അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് അമ്മാറ ഈ ചുണ്ട ഭാഗത്ത് ഒരു തരത്തിലും ഇത്തരത്തിലൊരു അപകടം നടക്കാൻ സാധ്യതയില്ലാത്ത പ്രദേശമാണ്. കാരണം 100 മീറ്ററിലധികം ദൂരം വളരെ സ്ട്രെയിറ്റ് ആയ റോഡാണ്. ആളുകൾക്ക് ദൃശ്യപരത കൃത്യമായി കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപകടത്തിലുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു സംശയമായി നിലവിലുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായി. നവാസിന്റെ മൃതദേഹം ഖബറടക്കിന് ശേഷം നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ ചുണ്ടേൽ ടൗണിലുള്ള ഈ പ്രതിയെന്ന് ആരോപിക്കുന്ന ചുണ്ടേൽ ടൗണിലുള്ള റെസ്റ്റോറൻറ്റ് അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും പ്രദേശത്ത് പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പ്രദേശത്തൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ വൈകാരികമായി ഇടപെടാൻ സാധ്യതയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ചുണ്ടേൽ ടൗണിൽ വലിയ സുരക്ഷാ സംവിധാനമുണ്ട്. കാരണം ചുണ്ടേൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു നവാസ്. കാരണം ആളുകൾക്കൊക്കെ വലിയ പരിചിതനായ ആളായിരുന്നു. പൊടുന്നനെ ഇങ്ങനെ സംഭവിച്ചതിലുള്ള ഞെട്ടലും വൈകാരികമായ പ്രതിഷേധവും നാട്ടുകാരിൽ വല്ലാതെയുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സുനിൽ ഷാദും സഹോദരൻ അജിൻ ഷാദും ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന തരത്തിലാണ് വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഇത് സംബന്ധിച്ച് ഇടപെടലുണ്ടോ, ഈ ആസൂത്രണത്തിലും ഗൂഢാലോചനയിലും ഒക്കെ തന്നെ പങ്കാളിത്തമുണ്ടോ എന്നെ സംബന്ധിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവമായിരിക്കുകയാണ് ഈ ചുണ്ടേലിലെ ഈ വാഹനാപകടം. വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ്. സിനിമകളിലെ പോലെയുള്ള തിരക്കഥ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഇപ്പോൾ പ്രതികൾ എന്ന് കരുതുന്ന രണ്ട് പേർ സഹോദരങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി, വയനാട് ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവറുടെ അപകട മരണം അത് അപകടമല്ല, കൊലപാതകമാണ് എന്ന് തെളിയുകയാണ്. സിനിമാ സ്റ്റൈൽ കൊലപാതകമാണ് സഹോദരങ്ങൾ നടത്തിയിരിക്കുന്നത്. സഹോദരങ്ങളായ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.